സാധാരണ ഈ നേരത്ത് സ്കൂളിൽ പോകാൻ വെപ്രാളം കൂട്ടുന്ന നീ ഈ കാപ്പിക്ക് മുന്നിൽ ചടഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അതെന്താ? കേസിന്റെ കാര്യം അറിയാൻ സ്റ്റേഷനിൽ പോണം, എന്നിട്ടേ സ്കൂളിൽ പോണുള്ളൂ. പണമോ പോയി, ഇനി അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അതിന്റെ പുറകെ കേസും കൊണ്ട് നടന്ന് വെറുതെ ഉള്ള ജോലി കൂടി കളയണ്ട. 4 ലക്ഷം രൂപ അങ്ങനെ വെറുതെ കളയാൻ പറ്റുന്ന തുകയാണോ അമ്മേ? അത് നീ കൊണ്ടുപോയി കളഞ്ഞപ്പോ ആലോചിക്കണായിരുന്നു. അമ്മയുടെ വർത്താനം കേട്ടാ തോന്നും ഞാനത് മനഃപൂർവ്വം എടുത്തോണ്ട് പോയി കളഞ്ഞതാണെന്ന്. മനഃപൂർവ്വം അല്ലായിരിക്കാം, എന്നാലും നിന്റെ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ടല്ലോ. ഇത്രയും വലിയൊരു തുകയാ കയ്യിലിരിക്കുന്നെന്ന് ഓർക്കണ്ടേ? ഹാ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയത് പോയി. എന്തായാലും ഞാനത് വിട്ടുകളയാനൊന്നും പോകുന്നില്ല. ആരാ അതിന്റെ പിന്നിലെന്ന് എനിക്കറിയണം. എന്നിട്ട് വേണം നിനക്ക് അതിന്റെ പേരിൽ അടുത്ത ഗുലുമാൽ ഒപ്പിക്കാൻ. നീ എഴുന്നിട്ട് സ്കൂളിൽ പോകാൻ നോക്കുവേണേ. അമ്മേ, ആ ശ്രീറാം സാറിന്റെ പണം കൊടുക്കണ്ടേ അമ്മേ? കൊടുക്കണം. പക്ഷെ അതിന് പണം എവിടെ? നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. എന്റെ കയ്യിൽ എവിടുന്ന അമ്മേ? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? പണമില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കേ. ആ പണം കൊടുക്കാൻ എന്താ വഴിയെന്നല്ലേ ആലോചിക്കുന്നേ? അച്ഛനെവിടെ? ദേ, നീ ഇനി ഇതും പറഞ്ഞോണ്ടി എന്ന് അച്ഛന്റെ മനസ്സമാധാനം കളയണ്ട. ഇപ്പൊ തന്നെ ജോലി പോയതിന്റെ വിഷമത്തിൽ നടക്കുക. അതിനിടയില് നീ ഇതും കൂടി പറഞ്ഞ പിന്നെ ആദ്യം പിടിക്കാൻ വേറൊന്നും വേണ്ട എന്ന് കരുതി ആ 4 ലക്ഷം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് എന്താ ഒരു ചൂടില്ലാത്തെ? ഞാൻ ചൂടായിട്ട് എന്താ കാര്യം? അടുക്കളയിലെ നോട്ട് കെട്ട് ഞാൻ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക. നീ വേണമെങ്കിൽ അതിൽ നിന്ന് വേണ്ടത്ര എടുത്തോണ്ടുപോയി കൊടുക്ക്. എനിക്ക് ഒരു വിരോധവും ഇല്ല. അമ്മയുടെ കയ്യിലുണ്ടെന്നല്ല, ആ പണം കൊടുക്കാൻ ഒരു വഴി കണ്ടെത്തണമല്ലോ എന്ന് പറഞ്ഞതാ. അത് കൊടുക്കാല്ലേ? ഇടിപിടിന്ന് പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുവോ? ചെറിയ തുകയൊന്നും അല്ലല്ലോ. വലിയ തുകയായതുകൊണ്ടാ വിഷമം. നീ തിരക്ക് കൂട്ടാതെ സാവധാനം തിരിച്ചു കൊടുത്താ മതിയെന്ന് ശ്രീസാറ് തന്നെ പറഞ്ഞല്ലേ. പിന്നെ നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? എന്നാലും എനിക്കൊരു മടി. ആ കടം എത്രയും പെട്ടെന്ന് വീട്ടണമെന്നൊരു തോന്നല്. തോന്നിയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. പണത്തിന് പണം വേണ്ടേ? നീ ഇങ്ങനെ തല പുകച്ചിട്ടുന്ന ഒരു കാര്യമില്ല. എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോവാൻ നോക്ക്. ഗംഗേ, നമുക്ക് സ്കൂളിൽ വരെ ഒന്ന് പോണം. വേഗം റെഡിയാവ്. അതെന്തിനാ കൊച്ചമ്മേ? അവിടെ എന്തെങ്കിലും പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഏയോ ഇൻസ്പെക്ഷന് വരുന്നു. അതെന്താ ഈ സമയത്തൊരു ഇൻസ്പെക്ഷൻ? പരീക്ഷക്കാലത്ത് ഇത് പതിവില്ലാത്തതാണല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴെന്തിനാ ഒരു പരിശോധന? ചിലപ്പോ ആരെങ്കിലും വല്ല ഊമക്കത്ത് വായിച്ചു കാണും കൊച്ചമ്മേ. മാർത്താണ്ട ഒരു സ്കൂളിൽ അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും കുറ്റമൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. കത്ത് കിട്ടിയാൽ അന്വേഷിക്കേണ്ടത് അവരുടെ കടമയാണല്ലോ. നീ വേഗം ഒരുങ്ങാൻ നോക്ക്. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തണമെന്നാ കൈമൾ എന്നോട് വിളിച്ചു പറഞ്ഞത്. സമയത്തിന് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ അത് മതി അവർക്ക് കോപിക്കാനും കുറ്റം ചാർത്താനും ഒക്കെ. സകലവനും മൂക്കിന്റെ അറ്റത്ത ശുണ്ടിയും ഈഗോയും. വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ. എന്റെ ബാഗിന്ന് പണം മോഷ്ടിച്ചത് അത്തിപ്പള്ളം കോളനിയിലെ 2 ആൾക്കാരാ. അവരെ ആ ജോലി ഏൽപ്പിച്ചത് വടക്കേക്കരയിലുള്ള റൗഡി ചെല്ലപ്പന. പണ്ടൊരിക്കൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച അതേ ചെല്ലപ്പൻ. ചെല്ലപ്പനെ ആ ജോലി ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാ. ഏത് സ്ത്രീ? എന്റെ ബാഗിൽ നിന്നും മോഷ്ടിച്ച ആ 4 ലക്ഷം രൂപ കൈമാറിയതും അതേ സ്ത്രീക്കാ. കറുത്ത ക്രേറ്റ കാർ ഓടിച്ചിരുന്ന ഒരു സ്ത്രീ. അവരത് പിന്നിലിരുന്ന വ്യക്തിക്ക് കൈമാറി. കറുത്ത ക്രേറ്റ കാറ് ദാ ആ മുറ്റത്ത് കിടപ്പുണ്ട്. അത് ഓടിച്ചിരുന്ന സ്ത്രീ ദാ എന്റെ മുന്നിലും. ആര്? നീ തന്നെ. ഇത്രയും വിവരങ്ങള് ഞാൻ പോലീസിനോട് പറഞ്ഞ അടുത്ത നിമിഷം നിങ്ങൾ 2 ആളും അഴിക്കുള്ളിലാകും. ഇതൊക്കെ ആര് പറഞ്ഞു? വെറുതെ നുണ പറയില്ല കേട്ടോ.
ശരി, എങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം. സത്യമാണോന്ന് അവര് കണ്ടുപിടിച്ചോളും. നിക്ക്. നിനക്ക് എന്താ വേണ്ടത് ഇപ്പോ? എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട 4 ലക്ഷം രൂപ അതെനിക്ക് കിട്ടണം. വൈകിട്ട് സ്കൂളിലെ ലാസ്റ്റ് ബെല്ല് അടിക്കുന്നതിന് മുൻപ് എന്റെ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അത് നീയല്ല, നിന്റെ കൊച്ചമ്മ തന്നെ എനിക്ക് തരികയും വേണം. ലാസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞാ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാകും പോവുക. ഈ കഥകളെല്ലാം അവിടെ പറയുകയും ചെയ്യും. അതൊന്നും വേണ്ടെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് പണം എന്റെ കയ്യിലെത്തിയിരിക്കണം. ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് 3 പേർക്കും മാത്രമേ അറിയൂ. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. എന്തു പറ്റി? ഒന്നുമില്ല, ചേച്ചി കേറി വാ. ഇരിക്കേ. സാറ് ജോലിയില്ലായിരുന്നോ? ഞങ്ങൾ വന്നത് സാറിന് ശല്യമായോ? അത് പിന്നെ ശല്യോ? ഇല്ല, ഞങ്ങളിപ്പോ നിങ്ങളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളെ കുറിച്ചോ? അതേന്നേ. മീരെ അത് ഞങ്ങളെ കുറിച്ച് എന്താ കുറ്റം വല്ലതാണോ പറഞ്ഞോണ്ടിരുന്നത്? ഈ ശ്രീയേട്ടൻ പറയുവാ. മീരെ നീ വെറുതെ എന്തിനേട്ടാ മടിക്കുന്നേ? നമ്മള് തമ്മിൽ സംസാരിച്ച കാര്യല്ലേ? എന്താ നിങ്ങൾ തമ്മിലൊരു തർക്കം? ഏയ്, ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിച്ചാലും അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു എന്നതിന് തെളിവാണല്ലോ അത്. അതൊന്നും അല്ല അങ്കിളെ. ഈ ശ്രീയേട്ടൻ പറയുവാ, നിങ്ങളെ പോലെ ഒരു നല്ല ഫാമിലി അടുത്തുണ്ടായത് ഒരു ഭാഗ്യാന്ന്. അതുകൊണ്ട് മാത്ര ശ്രീയേട്ടൻ ഇവിടെ വീടെടുത്തേന്ന്. അയ്യോ, ഇതെന്താ ഇരിക്കാത്തെ? ഇരിക്കുന്നേ. ഇരിക്കേ. മീരെ നോക്കി നിൽക്കാതെ ചായ എടുക്ക. അയ്യോ, ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. ഈ വീട്ടിൽ വരുന്നവർക്കുള്ള ശിക്ഷയാ എന്റെ ചായ. ആ ശിക്ഷ സ്വീകരിക്കാതെ ഒരാളെയും വിടുന്ന പ്രശ്നമില്ല. ഞാൻ കാലങ്ങളായി ദിവസവും അനുഭവിക്കുന്ന ശിക്ഷയല്ലേ, നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്ക്. അങ്കിളെ, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രീയേട്ടന് ഞാനൊരു മാർഗം പറഞ്ഞു കൊടുത്തു. അത് സ്വീകരിക്കുന്നില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതെ, എന്ത് വഴിയാ മോളെ ഏട്ടന് ഉപദേശിച്ചു കൊടുത്തത്? ഒരു കല്യാണം കഴിക്കാൻ. സ്വന്തം ഭാര്യ എന്ത് കഷായം കലക്കി കൊടുത്താലും നല്ല മധുരമുള്ളതായിട്ടല്ലേ തോന്നൂ? ഓ, ആ അതൊരു നല്ല മാർഗമാണ്. പിന്നെ വേണമെങ്കിൽ സാറിന് വേറൊരു രക്ഷാമാർഗമുണ്ട്. അതെന്ത് വഴി? അനിയത്തിയെ ഒരു കല്യാണം കഴിപ്പിച്ചയക്ക്. അതോടെ ഈ ശിക്ഷയിൽ നിന്ന് സാർ രക്ഷപ്പെടുമല്ലോ. അത് ശരിയാ അങ്കിളേ. ആ സാറേ, ഞങ്ങൾ വന്നത് വേറൊരു കാര്യത്തിനാണ്. മോളെ അതങ്ങോട്ട് കൊടുക്ക്. സർ, അന്ന് തന്ന പണം തക്ക സമയത്ത് സഹായിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അമ്മായിയപ്പനോട് വളരെ സ്നേഹവും വിധേയത്വവുമുള്ള നല്ല മരുമകളായിട്ട് അഭിനയിക്കുന്ന സമയമായത്.